ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമല്ലേ, പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ ബന്ധപ്പെട്ടു, ഇനി എന്ത് ചെയ്യും ചേട്ടാന്ന്? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോണ്ടം ഉപയോഗിച്ചു പക്ഷെ കോണ്ടം ബ്രേക്ക് ആയി എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ 2 എമർജൻസി മെത്തേഡ്സുകളാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതൊന്ന് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്, നമ്മൾ IPL എന്നൊക്കെ പേരുകൾ കേട്ടിട്ടുണ്ടാവും, മോർണിംഗ് ആഫ്റ്റർ പില്ല്, അങ്ങനെ പല പേരുകളായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് 72 hours, അതായത് 3 ദിവസത്തിനുള്ളിൽ കഴിക്കുക എന്നുള്ളതാണ്. എത്ര നേരത്തെ കഴിക്കുന്നോ അത്രയും നല്ലതെന്നുള്ളതാണ്. അപ്പൊ അത്തരം ടാബ്ലറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ വാങ്ങിക്കാവുന്നതാണെന്നുള്ളതാണ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 5 ദിവസമായി ഇരിക്കട്ടെ, 5 ദിവസത്തിനുള്ളിൽ നമുക്ക് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ, ഇപ്പൊ കോപ്പർ ടി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യണം. അത് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു യൂട്രസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് 5 ദിവസം വരെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതൊരു എമർജൻസി മെത്തേഡായിട്ടും ലോങ് ടേമിലോട്ട് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ 2 മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സപ്പോസ് ഈ ടൈമും കഴിഞ്ഞു പോയി, 5 ദിവസം